സോ അങ്ങനെ ചില പടങ്ങളുണ്ട്. റീല് കാണുന്ന പോലെ കുറേ സിനിമകൾ കണ്ട് കഴിഞ്ഞു ഒഴിവാക്കി. ഇന്നലെ ഞാൻ അതിരടിക്ക് ഒന്നും കൂടി പോയി. ടിക്കറ്റ് മാറിപ്പോയി. കറുപ്പിന് ബുക്ക് ചെയ്ത ടിക്കറ്റായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് ബുക്ക് ചെയ്തത്. അവന് ടിക്കറ്റ് മാറിപ്പോയി. അവൻ അതിരടിക്ക് ബുക്ക് ചെയ്തു. ഞാൻ അതിരടി ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടു. അവൻ പക്ഷേ അതിരടി കണ്ടിട്ടില്ല. അതുകൊണ്ട് അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി കാണേണ്ടി വന്നു ആ പടം. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അവൻ എന്നോട് ഇത് റിവീൽ ചെയ്യുന്നത്, ടിക്കറ്റ് മാറിപ്പോയെന്ന് റിവീൽ ചെയ്യുന്നത് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്ന വഴി കാറിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, എടാ ഒരു പ്രശ്നമുണ്ട്, ടിക്കറ്റ് മാറിപ്പോയി. ഞാനിങ്ങനെ ഓക്കെ ടിക്കറ്റ് മാറിപ്പോയി, ആർക്കും സംഭവിക്കാമെന്നാണ്. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. ഞാൻ ആ അതിരടിനെ പറ്റിയിട്ട് ആലോചിക്കുക. ഓക്കെ എന്തായിരുന്നു ആ പടം? എനിക്ക് ആ പടത്തിനെ പറ്റി ഒന്നും ഓർമ്മയില്ല. ഞാൻ ഇന്നലെ കണ്ട പടം. പക്ഷേ എനിക്ക് ഇന്നതൊന്നും ഓർമ്മയില്ല. അതിലുള്ള ക്യാരക്ടേഴ്സിനെ പോലും ഓർമ്മയില്ല. ഈവൻ ആരായിരുന്നു അതിൽ ആക്ട് ചെയ്തത് പോലും ഓർമ്മയില്ല. ഞാൻ എന്നിട്ടിങ്ങനെ ബ്ലൈൻഡായിട്ട് നിൽക്കുന്നിട്ട് അവനിങ്ങനെ ഒരു ഡൗട്ടിൽ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ടിക്കറ്റ് മാറിപ്പോയതിൻ്റെ ഒരു ഷോക്കിലാണോ ഇവനൊന്നും ഓർമ്മ കിട്ടാത്തത്, അതേ രീതിയിൽ അവനിങ്ങനെ ഒരു ഹിൻ്റ് വന്നു, എടാ ടോവിനോൻ്റെയും പിന്നെ ബേസിലിൻ്റെയും പടം അപ്പം എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ ആ പടം ഓക്കെ. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും എനിക്കത് ഓർമ്മയില്ലാത്തത്? ഇന്നലെ ഞാൻ കണ്ട പടമാണല്ലോ, പക്ഷെ എനിക്ക് ഒട്ടും ഓർമ്മയില്ല. അതിലത്തെ ഒരു സീക്വൻസും എനിക്ക് ഓർമ്മയില്ല. പിന്നെയാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. നമ്മളിപ്പോൾ ഒരു റീലൊക്കെ കാണുമ്പോൾ നമ്മളൊരു 15 സെക്കൻഡോ അല്ലെങ്കിൽ ഈവൻ അടുത്ത റീല് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് മുമ്പത്തെ റീല് മറന്നു പോകും. പക്ഷെ മാക്സിമം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ റീൽ എന്താ കണ്ടതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ കുറേ സിനിമകളുണ്ട്. അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കണ്ടതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ഡോപ്പമിൻ ഹൈക്ക് വേണ്ടി മാത്രം കണ്ടു ഒഴിവാക്കി. അങ്ങനെ കുറേ സിനിമകൾ. സോ അതിരടി അങ്ങനെ ഒരു മൂവിയാണ്. ഇത് അതിരടിയുടെ ഒരു സെക്കൻഡ് റിവ്യൂ ആയിട്ട് കാണാം. 2 പ്രാവശ്യം കണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇതൊരു സെക്കൻഡ് റിവ്യൂ ആണ് ചില മൂവികൾ. അപ്പോൾ അതിന് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിനൊന്നും ആരും ഓർക്കാൻ പോകുന്നില്ല. ഞാൻ പ്രാകൃതമൊന്നുമല്ല ടിക്കറ്റ് മാറിപ്പോയതുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഡയറക്ടേഴ്സിനൊന്നും ആരും ഓർക്കത്തില്ല. യൂണീക്കായിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. ചുമ്മാ ഒരു ഡോപ്പമിൻ ഹൈ. സോ ഒഫൻഡഡ് ആയിട്ട് പറയുന്നില്ല, ഇറ്റ്സ് എ ഫാക്ട്. എനിക്കത് അനുഭവിക്കേണ്ടി വന്നു. ഒരു കാര്യമില്ലാണ്ട് കുറേ സിനിമകൾ നമ്മൾ ഹൈ ആയെന്ന് വെച്ചാൽ ഹൈ ആയി. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാനെന്തിനാ ഹൈ ആയത്. കുറേ BGM ഉണ്ട്, അടിപൊളി BGM ഒക്കെയാണ്. ടോവിനോൻ്റെ ഒരു റീഎൻട്രി ഒക്കെ കണ്ട് ഇങ്ങനെ രോമാഞ്ചം വന്നിരിക്കാം എന്നുള്ളതല്ലാണ്ട് പടത്തിൻ്റെ ഒരു ഔട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് അതിനൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്ക് 150 രൂപയ്ക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു സിനിമ ഒരു ആർട്ട് ഫോം എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി പിന്നീട് മച്ച് മോർ കുറച്ചും കൂടി നമുക്ക് വേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടൊന്ന് പുറത്തിറങ്ങി മൂത്രമൊഴിക്കുമ്പോഴത്തേക്കും മറന്നു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമകളൊന്നും എല്ലാ കാലത്തേക്കും വേണ്ടി നിൽക്കുന്ന ഒരു സിനിമകളല്ല. സ്റ്റിൽ 150 രൂപയ്ക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ വർത്തിയാണെന്ന് ചോദിച്ചാൽ ഓക്കെ, വർത്തിയാണെന്ന് പറയാം. ഒരു കച്ചവടം, എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, താങ്ക് യു. പക്ഷേ ഇനിയിപ്പോൾ പ്രതീക്ഷ എന്നൊക്കെ വെക്കുന്നത് ഇനിയിപ്പോൾ അഭിനവ് സുന്ദർ നായിക് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു പടം വരുന്നുണ്ട്, ദ മോളിവുഡ് ടൈംസിനോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. നെസ്ലൻ്റെ ഒരു പടമാണ്. അഭിനവ് സുന്ദർ നായിക്കിൻ്റെ മുമ്പത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടം. ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഡയറക്ടർ കൂടിയാണ്. അതുകൊണ്ട് അത്രയും നല്ലൊരു പടം എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ, യുണീക്കായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡയറക്ടേഴ്സിനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഫോളോ ചെയ്യും. അതിരടിയുടെ ഡയറക്ടറിനെ ഒന്നും നമ്മൾ അന്വേഷിക്കാനേ പോണില്ല. അയാൾ എവിടെയാണെന്ന് പോലും നമ്മൾ അന്വേഷിക്കത്തില്ല. അയാളുടെ അടുത്ത വർക്കിന് വേണ്ടി നമ്മൾ എക്സ്പെക്റ്റും ചെയ്യത്തില്ല. നമ്മൾ മീൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല, എന്നെപ്പോലുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യില്ലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ യൂസ് ആൻഡ് ത്രോ ചെയ്യുന്ന സിനിമകളൊന്നും നമുക്ക് ആ ഡയറക്ടേഴ്സിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. അതൊരുമാതിരി പൃഥ്വിരാജ് സുകുമാരൻ എമ്പുരാൻ പഠിച്ചെടുത്ത പോലെയാണ്. നമുക്ക് ആ പ്രത്യേകിച്ച് എമ്പുരാനിൽ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? ഓക്കെ.